എൻ്റെ പേര് ജിജി. ഞാൻ മൂത്തകുന്നം ചെട്ടിക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടിയിൽ 2023 ഞാൻ ഉടമ്പടി എടുത്തത്. ഇപ്പം 5 പ്രാവശ്യം ഞാൻ പുതുക്കി. ഈ 5 പ്രാവശ്യത്തിനിടയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ അൾത്താരയിൽ ആദ്യമായിട്ട് കയറിയിരിക്കുന്നത് എൻ്റെ അപ്പച്ചന് കിട്ടിയ സാക്ഷ്യം പറയാനായിട്ടാണ്, രോഗസൗഖ്യത്തെക്കുറിച്ച്. ഇത് എൻ്റെ ഭർത്താവിൻ്റെ അപ്പച്ചനാണ്. എൻ്റെ അപ്പച്ചന് നെഞ്ചുവേദനയായിട്ട് ഞങ്ങളുടെ അവിടെയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ച് വന്നപ്പോൾ അവർ പറഞ്ഞത് 90% ബ്ലോക്ക് ഉണ്ട്, എത്രയും വേഗം ബൈപ്പാസ് സർജറി ചെയ്യേണ്ടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചന് ഇത്രയും പ്രായമുള്ളതുകൊണ്ട് ഓപ്പൺ സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് അവിടെ ഓപ്പറേഷൻ ചെയ്യാനുള്ള സാമ്പത്തിക ഇതൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ എത്രയും വേഗം നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞത് എറണാകുളത്ത്, ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ എറണാകുളം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അവിടെ ചെന്ന് ഇവിടെ നിന്ന് ഡോക്ടറോട് ചീട്ടൊക്കെ വാങ്ങിച്ച് അവിടെ ചെന്ന് എറണാകുളം ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോഴാണ് പറയണത്, ഇവിടെ അടിയന്തരമായി ഓപ്പറേഷൻ വേണം എന്നുള്ളതിനാൽ നിങ്ങൾ എത്രയും വേഗം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനായിട്ട് ഞാനും എൻ്റെ ഭർത്താവും ഈ അപ്പച്ചനും മാത്രമേ ഞങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ വെച്ച് തന്നെ അപ്പച്ചന് നെഞ്ചുവേദന ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരത്തിനെ വിളിച്ച് ഈ വിവരം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, എടി നീ ഒട്ടും പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് കോട്ടയത്തേക്ക് പോയിക്കോ. എൻ്റെ ചേട്ടൻ്റെ മോൾ അവിടെ ഹോസ്പിറ്റലിൽ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറോടൊപ്പമാണ് വർക്ക് ചെയ്യണത്. അപ്പം നീ ധൈര്യമായിട്ട് അപ്പച്ചനെ കൂട്ടിക്കൊണ്ട് വന്ന് നീ എത്രയും വേഗം ഇതിൻ്റെ അസുഖത്തിൻ്റെ റിസൾട്ട്, ഇതിൻ്റെ ചീട്ടിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് വേഗം എത്രയും വേഗം ഈ ഫോട്ടോ ഇത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇത് അയച്ചു കൊടുത്ത് അന്ന് തന്നെ ഇവർ ഡോക്ടർക്ക് അയച്ചു കൊടുത്തപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് എത്രയും വേഗം ഈ രോഗിനെ നിങ്ങളിവിടെ എത്തിച്ചു. സത്യമായിട്ടും ഞങ്ങൾക്ക് ഒരു കഴിവുമില്ല, മാതാവ് ഇടപെട്ടിട്ടാണ്. അങ്ങനെ ഒരു വ്യക്തിയെപ്പോലും എനിക്കറിയില്ല. എൻ്റെ കൂട്ടുകാരത്തിൻ്റെ ചേച്ചിയുടെ മോൾ അവിടെ ആ കോട്ടയത്ത് ഹോസ്പിറ്റലിലുണ്ടെന്ന് പോലും എനിക്കറിയാൻ പാടുണ്ടായില്ല. പക്ഷെ മാതാവ് എന്നെ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ടായിരിക്കാം ഈ അപ്പച്ചനെ വേണമെങ്കിൽ സത്യം പറഞ്ഞ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇവിടെ എറണാകുളം ജില്ലയിൽ എറണാകുളം ഗവൺമെൻറ് ആസ്പത്രി ചെന്നപ്പോൾ അപ്പച്ചനെ അഡ്മിറ്റാക്കാൻ പോലും ബെഡില്ല, നിങ്ങൾ എത്രയും വേഗം 1 മിനിറ്റിന് മുന്നേ അവിടെ എത്തിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇതിനൊന്നും ഒരുങ്ങിയിട്ടുണ്ടായില്ല. അങ്ങനെ 2 ദിവസം അവിടെ ഞങ്ങൾ റെക്കമെൻഡേഷൻ മതി, അത് മാതാവ് ഇടപെട്ടിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി മന്ത്രി പറയിപ്പിച്ചത്. ഞങ്ങൾക്ക് ആ ഒരു കഴിവുമില്ല, ഞങ്ങൾക്ക് ഒരു യോഗ്യതയുമില്ല. അപ്പം മാതാവ് വഴിയെ ഞങ്ങൾ മന്ത്രി വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ അവിടെ അഡ്മിറ്റാക്കി. അങ്ങനെ അവിടെ നിന്ന് 2 ദിവസം ഇതിൻ്റെ ചീട്ടൊക്കെ കൊടുത്ത് കോട്ടയത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോയി അവിടെ ചെന്ന് അപ്പച്ചനെ അഡ്മിറ്റാക്കി. എല്ലാ ടെസ്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പച്ചന് ഇങ്ങനെ വേദന വന്നുകൊണ്ടിരിക്കണേ. അവിടെ ചെന്നപ്പോഴേക്കും അപ്പച്ചന് ഇൻഫെക്ഷനായി, പനി വന്ന് ഇൻഫെക്ഷനായി. ഈ 2 ദിവസത്തിനുള്ളിൽ അപ്പച്ചൻ ഒരുപാട് അവശതയായി. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും, ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞ അപ്പച്ചൻ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഒരു ആരോഗ്യസ്ഥിതിയിലായി. ഒരുപാട് അവിടെ ചെന്നപ്പോഴേക്കും ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ എന്നുവെച്ചാൽ അപ്പച്ചന് ന്യൂമോണിയായി, കഫക്കെട്ട് കൂടി. പിന്നെ അവർ പറഞ്ഞത് ടെസ്റ്റ് ചെയ്തപ്പോൾ TVയുടെയൊക്കെ എന്തൊക്കെ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അപ്പച്ചനെ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അപ്പച്ചനാണെങ്കിൽ അപ്പം നെഞ്ചുവേദന വന്നുകൊണ്ട് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഞാനും ഭർത്താവ് ഒരുപാട് വിഷമിച്ച്. അത് തന്നെയല്ല, ഞങ്ങൾ അവിടേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചെന്നപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ടായ ഞങ്ങൾക്ക് ഇൻഷുറൻസ് കാർഡ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരുപാട് പൈസ, ഓരോ ടെസ്റ്റിനും നമ്മൾ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഞങ്ങളവിടെ ഈ ഒരു 2 ദിവസം. അപ്പം തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പൈസ, എല്ലാ ടെസ്റ്റിനും ഓരോ സ്കാൻ ചെയ്യാനും അതിനൊക്കെ ഞങ്ങൾ 12,000 13,000 രൂപ വെച്ച് ഈ 2 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പൈസ ചിലവായി. പക്ഷേ എന്നിട്ടും അപ്പച്ചന് ഈ നെഞ്ചുവേദനയ്ക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അവർ പറയണത് മോളെ 1 മിനിറ്റിന് മുന്നേ ചെയ്യണം. പക്ഷേ അപ്പച്ചൻ്റെ ആരോഗ്യനില ഒട്ടും തൃപ്തികരമല്ലാത്തതുകൊണ്ട് ഇപ്പം നിങ്ങൾ ചെയ്താൽ ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കാതെ അപ്പച്ചന് എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ എന്ത് തീരുമാനം എടുത്താലും നിങ്ങളിവിടെ ഒരാഴ്ച നിങ്ങളിവിടെ ഈ ന്യൂമോണിയ കുറയാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിൽ എമർജൻസി ആയിട്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ
ഈ അപ്പച്ചനെ നിങ്ങൾക്ക് എന്താവും എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കും. ഞാൻ ഒരുപാട് വിഷമിച്ച്. അങ്ങനെ ഞാൻ അന്ന് രാത്രി മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ നിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ മുടങ്ങാണ്ട് ചെല്ലണതാണ്. ഞാൻ അപ്പച്ചനൊക്കെ ഒരുമിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥന ചെല്ലാറ്. എൻ്റെ മക്കളും ഭർത്താവും അമ്മച്ചിയൊക്കെ കൂടി ഒരുമിച്ച് പ്രാർത്ഥന ചെല്ലിയതിന് ശേഷം ഉടമ്പടി പ്രാർത്ഥന ചെല്ലണത്. അപ്പം മക്കളും എല്ലാവരും, അപ്പച്ചനും വിശ്വാസമുണ്ട്. അപ്പം അപ്പച്ചനെ എപ്പോഴും, മോളെ എനിക്ക് ആ തൈലം ഉപ്പും എൻ്റെ നെഞ്ചിൽ തേച്ചതാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഓപ്പറേഷൻ വേണ്ട, എന്നെ വീട്ടിൽ കൊണ്ടുപോയാൽ മതി, എനിക്ക് ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ 10 ദിവസം അവിടെ നിന്ന് ഇതിനു വേണ്ടി, ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും. അപ്പം ഞങ്ങളവിടെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആ ഡോക്ടർ ഈ മകളുള്ളതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് അത്രയും അവിടെ ഇത് കിട്ടിയത്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു റൂം അവിടെ റെഡിയാക്കി തന്ന്. പിന്നെ ഡോക്ടർമാർ ഞങ്ങളുടെ അടുത്തേക്ക് എല്ലാ ദിവസവും വന്ന് 2-3 നേരം വന്ന്. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് ഒരു കഴിവുമില്ല. അവിടെ ചെന്ന് കോട്ടയത്ത് ചെന്നിട്ട് ഒരു പരിചയമില്ലാത്ത ഞങ്ങൾ അവിടെ എല്ലാവരേക്കാളും വലിയൊരു സ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് അങ്ങനെ നോക്കാനുള്ള ഒരു ഇതുണ്ടായില്ല. എന്നിട്ട് പക്ഷേ എല്ലാ ഡോക്ടർമാരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞത്, നിങ്ങളെന്തായാലും ഇവിടെ വന്നതല്ലേ, നമുക്ക് കുറച്ച് ദിവസം അപ്പച്ചന് ഈ മരുന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്പച്ചനെ ഓപ്പറേഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്ത വെൻറ്റിലേറ്ററിൽ 45 ദിവസം നിങ്ങൾ കിടക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം അതിൻ്റെ പേരിൽ 2 ആഴ്ചയെങ്കിലും നിങ്ങൾ ഇവിടെ നിന്ന് മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചനാണെങ്കിൽ ഇങ്ങനെ നെഞ്ചുവേദന വരുന്നതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട്. ഓപ്പൺ സർജറി ചെയ്യണമെങ്കിൽ ഈ ന്യൂമോണിയ ഇതുള്ളതുകൊണ്ട് ചെയ്യാനും പറ്റും. ഞാൻ മാതാവിനോട് അന്ന് രാത്രി പ്രാർത്ഥിച്ചു, മാതാവേ, ഇനി എനിക്ക് വയ്യ. എന്താണെന്ന് വെച്ചാൽ ഞാനും അപ്പച്ചനും 2ാമത്തെ നിലയിലും ആൾ താഴെയും. എനിക്ക് എന്ത് വേണമെങ്കിൽ, അപ്പച്ചനൊരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ഞാൻ മാത്രമുള്ള ആ റൂമിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഞാൻ തടയിക്കൊണ്ടിരിക്കുകയല്ല. എനിക്ക് അപ്പച്ചൻ പറയണത്, മോളെ എനിക്ക് ബാത്റൂം, അപ്പം എല്ലാ ട്യൂബൊക്കെ ഇട്ടേക്കണോണ്ടും അപ്പച്ചന് അത് എന്നെ കൊണ്ട് ചെയ്യിക്കാനൊക്കെ ആയിട്ട്, വയറ്റിൽ നിന്ന് പോകുമ്പോൾ ചെയ്യിക്കാനൊക്കെ ആയിട്ട് അപ്പച്ചന് അതിനേലും വലിയ ബുദ്ധിമുട്ട്. അപ്പച്ചന് ആകെ ടെൻഷൻ അടിച്ച് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഓപ്പറേഷൻ വേണ്ട ഡോക്ടറെ. എനിക്ക് മാതാവിനോട് ഞാൻ രാത്രിയിൽ ഈ അപ്പച്ചൻ്റെ രോഗചികിത്സയുടെ ഇതും ഇതിട്ട് വെച്ചുകൊണ്ട് കൃപാസന പത്രം വെച്ച്, മാതാവേ, നീ എനിക്കൊരു വഴി കാണിച്ചു തന്നെ. എൻ്റെ അപ്പച്ചനെ ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ പേരക്കിടാവിൻ്റെ അടുത്ത മാസം പേരക്കിടാവിൻ്റെ കല്യാണമാണ്. അപ്പം ഞാൻ പറഞ്ഞു, ദൈവമേ, എനിക്ക് ഈ കല്യാണം കൂടി കഴിഞ്ഞിട്ട് അപ്പച്ചന് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, ഞങ്ങൾക്ക് വീട്ടിലോട്ട് തിരിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ ഉപ്പിട്ട് രാത്രിയിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച്. അപ്പം പിറ്റേ ദിവസം വന്ന് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എന്ത് തീരുമാനം എടുത്ത്? പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ആളുടെ ആരോഗ്യനില അത്ര ഇതല്ല, അതുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കുറച്ച് ദിവസം അഡ്മിറ്റ് ആവേണ്ടി വരും. ഇത് മാറിയെങ്കിൽ, ന്യൂമോണിയയുടെ ഇത് മാറിയെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഓപ്പൺ സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ഞാൻ അന്നേരം മാതാവിനോട്, ഞങ്ങൾക്ക് ഇനി ഓപ്പറേഷൻ വേണ്ട, ഞങ്ങൾ എങ്ങനെയെങ്കിലും വീട്ടിലോട്ട് വിട്ടാൽ മതി. അപ്പോൾ അപ്പച്ചൻ, മോളെ, എനിക്ക് ഓപ്പറേഷൻ വേണ്ട, എനിക്ക് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഒന്ന് ഇത് സീനിയർ സർജന്മാരോട് ചോദിക്കട്ടെ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അവരെ അറിയിക്കുക. എന്നിട്ട് പറഞ്ഞു, മാതാവേ, ഒന്ന് ഇടപെടണേ മാതാവ്, എൻ്റെ അപ്പച്ചനെ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട്, ഞങ്ങൾക്ക് ഓപ്പറേഷൻ വേണ്ടാണ്ട് വീട്ടിൽ അങ്ങനെ അവരുടെ ഇതനുസരിച്ച് എന്നോട് പറഞ്ഞു, ഭർത്താവ് താഴെയാണ്, ഞാനാണ് അപ്പച്ചൻ്റെ കൂടെ നിൽക്കണത്. അപ്പോൾ എന്താ വെച്ചാൽ പുറത്തോട്ട് പോയി ഇതൊക്കെ വാങ്ങിക്കാൻ എനിക്ക് പറ്റൂല. അപ്പം ഞാൻ അപ്പച്ചൻ്റെ കൂടെ നിന്നിട്ട് ഭർത്താവ് താഴെ നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ ഒരു തീരുമാനം എടുത്ത് ഡോക്ടറോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇനി ഓപ്പറേഷനൊന്നും വേണ്ട, മരുന്ന് മാത്രം മതി, ഞങ്ങൾക്ക് അപ്പച്ചനെ തിരിച്ചു കൊണ്ടുപോയാൽ മതി. അങ്ങനെ ഡോക്ടർ മാതാവ് ഇടപെട്ടിട്ട്, അല്ലെങ്കിൽ അവരവിടെ വിടൂല, ഇത്രയും സീരിയസ് ആയ ഒരാളെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, എന്ത് വന്നാലും ഞങ്ങൾ സമ്മതിച്ചോളാം, ഞങ്ങൾക്ക് അപ്പച്ചനെ വീട്ടിൽ കൊണ്ടുപോകണം. അങ്ങനെ ആ ഡോക്ടർ വന്ന് നിങ്ങളുടെ തീരുമാനം പോലെ എഴുതി കൊടുത്തിട്ട് പോയിക്കോന്ന്. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല നിങ്ങളുടെ അപ്പച്ചൻ നിങ്ങളുടെ വീട്ടിലെത്തുമെന്ന്. ആ അപ്പച്ചനാണ് ഇപ്പം ഈ ആൾക്കാരെ കയറി നിൽക്കണത്. എന്ന് വെച്ചാൽ അപ്പച്ചനിപ്പോൾ തൊഴിലുറപ്പിന് വരെ പോവുകയാണ്. സത്യമായിട്ട് ഞങ്ങൾ ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഞങ്ങളുടെ അപ്പച്ചൻ രക്ഷപ്പെടുമെന്ന്. മാതാവ് ഇടപെട്ട്, ഈശോയും ഇടപെട്ടിട്ടാണ് ഞങ്ങളുടെ അപ്പച്ചൻ ഇപ്പം ഈ ആൾക്കാരെ കയറി എൻ്റെ ഒപ്പം നിൽക്കാൻ. മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. എൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് എല്ലാ മാസവും 2 വർഷമായി ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ട്. എന്നാൽ ഞാൻ എല്ലാ മാസവും വന്ന് കൃപാസന പത്രം മേടിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന പോലെ കൃപാസന പത്രം വാങ്ങിച്ചിട്ട്
പത്രം വാങ്ങിച്ചിട്ട് എല്ലായിടത്തും കൂടി ഓട്ടോ സ്റ്റാൻഡിലായാലും എൻ്റെ വീടിൻ്റെ അടുത്തായാലും എവിടെയായാലും എന്നെ ബസ് സ്റ്റോപ്പിലായാലും ഒക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഉപ്പും കാശ് രൂപവും ഞാൻ എല്ലാവർക്കും കൊടുക്കും. ആർക്കും എന്ത് വയ്യാന്ന് പറഞ്ഞാലും ഉപ്പ് കൊണ്ടുപോയി കൊടുക്കും. അതേപോലെ കാശ്, എൻ്റെ കയ്യിൽ കാശ് രൂപം ഉണ്ട്, ഈ കാശ് രൂപം കൊടുക്കും. അപ്പോൾ എന്നെക്കൊണ്ട് അതുപോലെ തന്നെ പൈസയുടെ ഇതുകൊണ്ട് എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അതെല്ലാവരും സഹായിച്ചിട്ടുണ്ട്. പിന്നെ പ്രാർത്ഥന, ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് ബൈബിൾ ഒരുപാട് വായിക്കാൻ പറ്റി. പള്ളിയായിട്ട് ഒരുപാട് എനിക്ക് പള്ളിയും കുർബാനയായിട്ട് അപ്പം എനിക്ക് ഒരുപാട് അടുത്ത് ഞാൻ. അപ്പോൾ എനിക്ക് ഒക്ടോബർ മാസത്തിൽ, ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ എനിക്ക് റാലിയിൽ പങ്കെടുത്തു. ഞാൻ 2 കൊല്ലം പോയി, 3ാമത്തെ കൊല്ലമാണ് റാലിയിൽ പങ്കെടുത്തത്. അപ്പോൾ റാലിയിൽ പങ്കെടുക്കാനായിട്ട് ഒരുപാട്, അപ്പോൾ എനിക്ക് 1 മാസം കൊന്ത കൂടി റാലിയിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ചത്. അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് 1-ാം തീയതി തുടങ്ങി 31-ാം തീയതി വരെ എനിക്ക് കൊന്തയെ പങ്കെടുത്ത് ഈ റാലിയിലും പങ്കെടുക്കാൻ പറ്റി. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരത്തിയും കൂടി വന്നിട്ടാണ് ഞാൻ ഈ റാലിയിൽ പങ്കെടുത്തത്. മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 57-58 തിരുവചനങ്ങൾ. ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു, ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് പറഞ്ഞു. കർത്താവെ, അവിടുന്ന് എനിക്ക് വേണ്ടി ന്യായവാദം നടത്തി, അവിടുന്ന് എൻ്റെ ജീവനെ രക്ഷിച്ചു. ജിജി എന്ന മകൾ തൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചന് വേണ്ടിയാണ്, അമ്മായിയപ്പന് വേണ്ടിയാണ് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഇവിടെ സമർപ്പിച്ച് നമ്മോട് ഏറ്റുപറഞ്ഞത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയ ഒരു നന്ദി നൽകേണ്ട ഒരു വലിയ സാക്ഷ്യമാണിത്. നമുക്കറിയാം, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിലേക്ക് നാം എത്ര തന്നെ കഷ്ടതയിലായാലും അമ്മ കടന്നു വന്നുകൊണ്ട് ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരുപാട് അത്ഭുത സാക്ഷ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ജിജിയുടെ ഈ തോമസ് എന്ന അപ്പച്ചൻ ഇവിടെ നിൽക്കുന്നത്. നമുക്ക് മനസ്സിലാകാവുന്നത്, ഉടമ്പടി എന്ന് പറയുന്നത് ഉടൻ പരിഹാരമാണ്. വളരെയേറെ സങ്കടങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും എല്ലാം ഇടയിലാണ് ജിജി പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും ഉടമ്പടി നിബന്ധനകൾ ആത്മീയ ജീവിതം കൃത്യമായി പാലിച്ചുകൊണ്ട് എപ്പോഴും കുമ്പസാരിച്ചുകൊണ്ടും തൻ്റെ വചനവായനയും ഇവിടുത്തെ അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം കൃത്യമായി ശ്രവിച്ച് വചനങ്ങൾ സ്വായത്തമാക്കി എപ്പോഴും ഈശോയോട് കൂടെ നടന്ന് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് വലിയൊരു ആസ്തി ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈശോയ്ക്ക് അത് മനസ്സിലായി, ഈ മകൾ എന്നിൽ നിന്ന്, ഇവൾക്കൊരു സൗഖ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവൾ എന്നിൽ നിന്ന് ഒട്ടും തന്നെ പിരിഞ്ഞു പോവുകയില്ല എന്നുള്ള ഉറപ്പിലാണ് ഈശോ ഈ അപ്പച്ചന് വലിയ സൗഖ്യം നൽകി അനുവദിച്ചിരിക്കുന്നത്. ബൈപ്പാസ് സർജറി ചെയ്യാനിരുന്ന ഈ അപ്പച്ചനെ ഒരുപാട് തടസ്സങ്ങൾ വീണ്ടും വന്നു. ന്യൂമോണിയ, TB, ഇങ്ങനെ ഒരുപാട് ചെസ്റ്റ് പെയിൻ ഒട്ടും തന്നെ കുറയാതെ. അതിനിടെ അവരുടെ മെഡിക്കൽ ഇൻഷുറൻസ് കാർഡ് നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം കൊണ്ടും അവർ അയോഗ്യതയിൽ 0 ആയി. യോഗ്യത 0 ആയപ്പോഴാണ് ഈശോയ്ക്ക് വളരെ പെട്ടെന്ന് ആക്ട് ചെയ്യാനായിട്ട് അവർ സാധിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓപ്പറേഷൻ ചെയ്താലും 45 ദിവസം നിങ്ങൾക്ക് വെൻറ്റിലേറ്ററിൽ കഴിയേണ്ടി വരും എന്ന് കേട്ടപ്പോഴാണ് അപ്പച്ചൻ പറഞ്ഞത്, എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. അങ്ങനെ വൈദ്യശാസ്ത്രം കൈവിട്ട ഒരു കേസാണ് ഇന്ന് വളരെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇന്ന് അൾത്താരയിൽ കയറി നിൽക്കുന്നത്. എല്ലാ സങ്കടാവസ്ഥയിലും നമുക്ക് ഈശോയെ എപ്പോഴും സ്വന്തമാക്കാം. വിശുദ്ധ കുർബാനയിൽ നാം ഈശോയെ സ്വീകരിക്കുമ്പോൾ, അവിടുത്തെ തിരുശരീരവും തിരുരക്തവും നാം സ്വീകരിക്കുമ്പോൾ അനേകായിരം മക്കൾ ആശുപത്രിയിൽ കഴിയുന്നവർക്ക് വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ജീവനെ അല്ലെങ്കിൽ 1000 മക്കളെ നമുക്ക് നേടാൻ സാധിച്ചെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ പ്രാർത്ഥനകളൊന്നും ഉടമ്പടിയിലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നിഷേധിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ, ആരൊക്കെ കൈവിട്ടാലും പരിശുദ്ധ അമ്മ നമ്മെ കൈവിടില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു സാക്ഷ്യമാണിത്. ജിജി തൻ്റെ അമ്മായിയപ്പൻ്റെ ഈ സൗഖ്യത്തിന് വേണ്ടി അർപ്പിച്ച പ്രാർത്ഥനകളെയും വലിയ ആസ്തിയെയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.